വചനം 27 വാക്കർത്ഥം. ഇന്ന ഹഉലാഇ നിശ്ചയമായും ഇക്കൂട്ടർ, യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു അഥവാ സ്നേഹിക്കുന്നു, അൽ ആജിലത ക്ഷണികമായതിനെ, വേഗം കഴിയുന്നതിനെ, വയദറൂന അവർ ഉപേക്ഷിച്ചു വിടുകയും ചെയ്യുന്നു, വറാഅഹും അവരുടെ പിന്നിൽ, യൗമൻ സഖീലൻ ഭാരമേറിയ ഒരു ദിവസം. ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജിലത വയദറൂന വറാഅഹും യൗമൻ സഖീല നിശ്ചയമായും ഇക്കൂട്ടർ ക്ഷണികമായതിനെ അഥവാ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. ഭാരമേറിയ ഒരു ദിവസത്തെ അവർ തങ്ങളുടെ പുറകിൽ വിട്ടുകളയുകയും ചെയ്യുന്നു. വചനം 28 വാക്കർത്ഥം. നഹ്നു നാം അഥവാ നാമത്രേ, ഖലഖ്നാഹും അവരെ സൃഷ്ടിച്ചത്, വശദദ്നാ നാം ബലപ്പെടുത്തുകയും ചെയ്തു, അസ്റഹും അവരുടെ ശരീരഘടന അഥവാ സന്ധികളുടെ കെട്ടുറപ്പ്, വഇദാ ശിഅ്ന നാം ഉദ്ദേശിച്ചാൽ അഥവാ ഉദ്ദേശിക്കുമ്പോൾ, ബദ്ദൽന നാം പകരമാക്കും, അംസാലഹും അവർക്ക് തുല്യമായവരെ അഥവാ അവരെപ്പോലുള്ളവരെ, തബ്ദീലൻ ഒരു പകരമാക്കൽ. നഹ്നു ഖലഖ്നാഹും വശദദ്നാ അസ്റഹും വഇദാ ശിഅ്നാ ബദ്ദൽനാ അംസാലഹും തബ്ദീലാ നാം അത്രേ അവരെ സൃഷ്ടിച്ചതും അവരുടെ ശരീരഘടനയെ ബലപ്പെടുത്തിയതും. നാം ഉദ്ദേശിച്ചാൽ അവർക്ക് തുല്യമായവരെ നാം അവർക്ക് പകരമാക്കി കൊണ്ടുവരുന്നതുമാണ്. 27-28 വചനങ്ങളുടെ വിശദീകരണം. കഴിഞ്ഞ സൂറത്തിലെ 20-21 വചനങ്ങളിലെ ആശയം തന്നെയാണ് 27-ാം വചനത്തിലും കാണുന്നത്. അവിടെ അൽ ആഖിറത്ത് പരലോകം എന്നതിൻ്റെ സ്ഥാനത്ത് ഇവിടെ യൗമൻ സഖീലൻ ഭാരമേറിയ ഒരു ദിവസം എന്നാണുള്ളത്. ഇത് ഖിയാമത്ത് നാളാണെന്ന് വ്യക്തമാണ്. തങ്ങളുടെ മുമ്പിൽ കാണുന്ന ക്ഷണികമായ ഐഹിക ജീവിതത്തിൽ മാത്രമാണ് അവർക്ക് പ്രതിപത്തിയുള്ളത്. അവരുടെ പിന്നാലെ അടുത്തടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ആ ഭാരമേറിയ ദിവസത്തെ അവർ തീരെ അവഗണിച്ചു കളയുന്നു. അതുകൊണ്ടാണ് അവർ സന്മാർഗത്തിൽ പ്രവേശിക്കാത്തത് എന്ന് താൽപ്പര്യം. 28-ാം വചനത്തിൻ്റെ അവസാന ഭാഗം 2 പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, നാം ഉദ്ദേശിക്കുമ്പോൾ അഥവാ പുനരുത്ഥാന ദിവസം അവരെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ട് എഴുന്നേൽപ്പിക്കും. 2, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ മാറ്റി അവരെപ്പോലെയുള്ള വേറൊരു കൂട്ടരെ അഥവാ രൂപത്തിൽ തുല്യരാണെങ്കിലും സ്വഭാവത്തിലും മറ്റും വ്യത്യസ്തരായ ഒരു കൂട്ടരെ ഇവിടെ പകരം കൊണ്ടുവരും. സൂറത്ത് ഫാത്തിർ 16 മുതലായ ചില ആയത്തുകളിലെ ആശയമനുസരിച്ചുള്ളതാണ് ഈ വ്യാഖ്യാനം. മൂന്നാമതായി വേറൊരഭിപ്രായം കൂടി കാണാം. നാമാണ് അവരെ സൃഷ്ടിച്ചതും അവരുടെ ശരീരഘടന ബലപ്പെടുത്തിയിരിക്കുന്നതും. എന്നിരിക്കെ നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ ഈ ശരീരഘടനയല്ലാതെ മറ്റൊരു ശരീരഘടനയുള്ളവരെ ഈ ഭൂമിയിൽ തന്നെ നാം അവർക്ക് പകരമായി കൊണ്ടുവരും എന്നത്രേ ആ അഭിപ്രായം. ഒന്നാമത്തേതിന് ഭാഷാപരമായ ചില ന്യായീകരണങ്ങളും രണ്ടാമത്തെ അഭിപ്രായത്തിന് ഖുർആൻ വാക്യങ്ങളുടെ പിൻബലവും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. വല്ലാഹു ആലം.